സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇന്ന് ഇതുവരെ ദർശനം നടത്തിയവരുടെ എണ്ണം 70,000 കടന്നു. ADMന്റെ സാന്നിധ്യത്തിൽ ശബരിമലയിൽ അവലോകന യോഗം ചേർന്നിട്ടുണ്ട്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും സന്നിധാനത്തുനിന്ന്. സുജിത്ത്, എന്താണ് സന്നിധാനത്തെ ഇന്നത്തെ സാഹചര്യം? വലിയ തിരക്കുണ്ടോ? ഈ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനത്തിനെത്തുന്ന ആളുകൾക്ക് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധന വരുത്തിയിട്ടുണ്ടോ? അത്തരം കൂടുതൽ ആളുകൾക്ക് അങ്ങനെ ദർശനത്തിന് സൗകര്യം കിട്ടുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, ഇന്നും ശബരിമലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഈ തിങ്കളാഴ്ചയാണ്, പ്രവൃത്തി ദിവസമാണ്. എന്നിട്ട് പോലും ഇന്ന് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടു. 1,00,000 കടക്കുന്നു ഇന്നത്തെ തിരക്ക് എന്നുള്ളതാണ്. വൈകിട്ട് 8 മണി വരെയുള്ള കണക്കനുസരിച്ചാണെങ്കിൽ 91,447 പേരാണ് ദർശനം നടത്തിയത്. അതിനുശേഷം ഇനിയിപ്പോൾ വരുന്ന മണിക്കൂറുകൾ 11 മണിയോടെ നട അടയ്ക്കുന്നത് വരെ ഇപ്പോഴും ആളുകൾക്ക് എത്താനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 1,00,000 ഇന്ന് ആളുകളുടെ എണ്ണം കടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുല്ലുമേട് വഴി വരുന്ന ഭക്തരുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള വർധനവാണ് ഉള്ളത്. ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വനംവകുപ്പ് ഇവിടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുമുണ്ട്. കാരണം ഇവിടെ കാട്ടുമൃഗശല്യമൊക്കെ രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ നിരീക്ഷണം ഇവിടെ ശക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇങ്ങനെ പുല്ലുമേട് വഴി വരുന്ന ഭക്തർക്ക് സന്നിധാനത്ത് എത്തുമ്പോൾ അവർക്ക് ദർശനം നടത്താൻ പ്രത്യേക നിരയും ഒരുക്കുന്നുണ്ട്. അതായത് പ്രത്യേക സൗകര്യം എന്ന് പറയുന്നത് വാവരുനട വഴി വന്ന് അവർക്ക് ഈ ആഴി വഴി കയറി 18ാം പടി ചവിട്ടി ദർശനം നടത്താനുള്ള ഒരു സൗകര്യമാണ് പോലീസും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ ആരോഗ്യ പ്രശ്നമുള്ളവരും അതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും വയോധികരും ചെറിയ കുട്ടികളുമൊക്കെയായി വരുന്നവരുമൊക്കെ ഈ നിലയ്ക്കൽ പമ്പ റൂട്ട് വഴി സന്നിധാനത്തേക്ക് എത്തണം. ഈ കാനനപാത ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ ഇതുതന്നെയാണോ ഏറ്റവും പ്രധാനമായും ഉയർന്നു വന്ന ഒരു വിഷയം? കാരണം ഇവിടേക്ക് ഭക്തർ വരുമ്പോൾ ഇവർക്ക് ചില ബുദ്ധിമുട്ടുകൾ, അടിയന്തര ആവശ്യങ്ങൾ, സഹായങ്ങൾ, അടിയന്തര വൈദ്യസഹായമൊക്കെ ഏർപ്പെടുത്തേണ്ടി വന്നാൽ അതിന് ആംബുലൻസ് അടക്കം എത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലയ്ക്കൽ പമ്പ റൂട്ട് വഴി ഇത്തരം ഭക്തർ കൂടുതലായി എത്തണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ശബരിമലയിൽ വെർച്വൽ ക്യൂ വഴിയും അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിങ്ങും ഇതിന്റെ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുമെന്നും ഇന്നത്തെ അവലോകന യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. കാരണം ഈ സ്പോട്ട് ബുക്കിങ്ങിലൂടെയൊക്കെ വേണം, അല്ലെങ്കിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ഭക്തർ കൃത്യമായി എത്താൻ എന്നുള്ള ഒരു നിർദ്ദേശമാണ്. അത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കുക, സുരക്ഷ കൃത്യമായി ഉറപ്പുവരുത്തുക, സാവധാനം മല കയറുക, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് ദേവസ്വം ബോർഡും പോലീസും. ഏതായാലും സുജിത്ത് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 1,00,000-ഓളം ആളുകൾ ഇതിനോടകം ദർശനം നടത്തിയിട്ടുണ്ട് ഇന്ന് ഒരു ദിവസം തന്നെ. പക്ഷെ അത്രയും ഭക്തർ തീർത്ഥാടകർ അവിടെ എത്തുമ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. സുഗമമായ ദർശനം സാധ്യമാകുന്നു എന്നാണ് നമ്മൾ ഈ ചുരുങ്ങിയ സമയത്ത് ആ ദൃശ്യങ്ങളിൽ കണ്ടത്. എന്തായാലും അങ്ങനെ വലിയ തിരക്കില്ലാതെ ദർശനം നടത്തി തീർത്ഥാടകർക്ക് മലയിറങ്ങാൻ കഴിയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.